ഇത് എൻ്റെ ഒരു കൺഫർമേഷൻ വീഡിയോയും കൂടെയാണ്. എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു, റിയാക്ഷൻ വീഡിയോ, പ്രോഡക്റ്റ് റിവ്യൂ, പിന്നെ നമ്മുടെ പ്രൊമോഷൻസ് വീഡിയോസ് ഇതൊക്കെ ചെയ്യാതെ ഒരു യൂട്യൂബ് ചാനൽ ഒരിക്കലും സക്സസ് ആവില്ല. അതുകൊണ്ട് അതും കൂടെ ചെയ്ത് വീഡിയോ ഇടണം എന്ന ഒരു അഭിപ്രായം മെസ്സേജ് വാട്സപ്പ് വഴിയൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും വിളിച്ചു പറഞ്ഞത്. അപ്പം ഈ വീഡിയോ ഇടുന്നത് നല്ലതാണ്, പക്ഷേ പ്രൊമോഷൻ വീഡിയോകളൊന്നും ഇല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആവില്ല എന്നാണ് കുറേ പേരുടെയൊക്കെ വാദം. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കാര്യം കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്ത് അപ്പോഴേ പറഞ്ഞ് ഒരു നേരല്ലാത്തതും നേരായതുമായ ലെവലിലോട്ടൊന്നും കൊണ്ടെത്തിക്കാനുള്ള യോഗ്യതയുള്ള ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് എൻ്റേതായ എത്തിക്സുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യത്തില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് പ്രോഡക്ട്സുകളെ റിവ്യൂ ചെയ്യുമെന്ന്. ഞാൻ ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു പ്രോഡക്റ്റിനൊക്കെ റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്ന ആളല്ല. ഒരു കൺമിഷയോ ഒരു ലിപ് ഗ്ലോയോനപ്പുറം എൻ്റെ കൈവശം പ്രത്യേകിച്ച് ഞാനുള്ളത് പറയുകയാണ്, എൻ്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഉള്ള ഒരാളല്ല. ഞാനത് മേടിക്കില്ല, ഞാൻ ഉപയോഗിക്കത്തുമില്ല. പിന്നെ എനിക്ക് ഏതെങ്കിലും കാരണത്താൽ തമ്പനെയിലൊക്കെ ഉപയോഗിക്കേണ്ട വന്നാൽ ഞാൻ AI ഉപയോഗിച്ച് അതിനെ ക്ലിയർ ചെയ്ത് ഒരു ഫോട്ടോ ഇടുകയാണ് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് മുഖക്കുരുവൊക്കെ ഉണ്ട്, മുഖക്കുരുവിൻ്റെ പാടുണ്ട്. ആ പാട് അതുപോലെ തന്നെ കൊണ്ടു നടക്കാനുള്ള കാലിബറും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് വേറെ പ്രോഡക്റ്റൊന്നും ഇടാറുമില്ല. പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്നവരെ ഒട്ടും ക്രിറ്റിസൈസ് ചെയ്യത്തുമില്ല. കാരണം ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നും അത് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നും നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ സാധനം എനിക്കിഷ്ടമുണ്ടെങ്കിലാണ് ഞാൻ മേടിക്കേണ്ടത്. അപ്പോൾ അത് മേടിക്കുക എന്നുള്ളത് കേട്ടിരിക്കുന്നവരുടെ ആവശ്യക്കാരുടെ ആവശ്യം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യത്തില്ല. പിന്നെ പ്രൊമോഷൻ വീഡിയോസുകൾ ചെയ്യുമോ എന്ന് ചോദിച്ചു എന്നോട്. എൻ്റെ ഫ്രണ്ടല്ല ഇങ്ങനെ മെസ്സേജ് വഴി ചോദിച്ചു, നല്ല ഫേസ് ആണല്ലോ, പ്രൊമോഷൻ വീഡിയോകളൊക്കെ ഇട്ടാൽ യൂട്യൂബ് വീഡിയോ റീച്ച് ആകുമെന്ന്. അങ്ങനെ ഞാൻ പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യത്തില്ല. എൻ്റെ ജോലി ഞാനിപ്പം യൂട്യൂബിൽ ചെയ്യുന്നത് എന്താണ്ട് കുക്കിങ്ങാണ്, പിന്നെ പാട്ടാണ്, പിന്നെ പടം വരയ്ക്കുന്ന അങ്ങനെയുള്ള വർക്കുകളാണ്. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ തൊഴിലെ ടീച്ചിങ്ങാണ്. അപ്പം എനിക്ക് ഇതിന് മുമ്പ് ഒരു യൂട്യൂബ് ടീച്ചിങ് വീഡിയോയുടെ കൊറോണ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എത്തിക്സിന് എൻ്റെ ആ സമയത്ത് എനിക്ക് കുട്ടികളെ സഹായിക്കണമെന്ന് ചോദിച്ചു ഞാൻ ക്ലാസ് 10th കേരള സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ചെയ്തൊരു സഹായമാണത്. പിന്നെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഇതിന് മുന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ അതാരും നോക്കിയോ വിജയിച്ചോ ഒന്നുമില്ല. ഞാൻ നന്നായിട്ട് തന്നെ പാചകം ചെയ്ത് ഇട്ട വീഡിയോകളൊക്കെയാണ്. അപ്പം വീണ്ടും ഞാനിങ്ങനെ ഇട്ടപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നു, ഇതെല്ലാം ചെയ്യാതെ നമ്മുടെ യൂട്യൂബ് റീച്ചിലെത്തില്ല, എത്ര നല്ല വീഡിയോ ഇട്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുക, ഇതൊന്നും എനിക്ക് ചെയ്യാൻ അറിയുന്ന ആളല്ല. ഇപ്പം റിയാക്ഷൻ ഒരാളുടെ കാര്യത്തിന് വേണ്ടി പറയുക, ഓവർ റിയാക്ട് ചെയ്യുക, പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുക, പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുക, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഴിവ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.